ചങ്ങായിമാരെ പെട്രോൾ പമ്പിൽ നിന്നും പെട്രോളിന് പകരം കരിമ്പിൻ ജ്യൂസ് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ല, ആ പരിപാടി നിർത്തിക്കേണ്ട സമയമുണ്ടല്ല, അതിക്രമിച്ചു കഴിഞ്ഞു. സാധാരണക്കാരൻ ആറ്റു നോറ്റി വാങ്ങിയ വാഹനങ്ങളുണ്ടല്ല, ആ വാഹനങ്ങൾക്ക് മൊത്തം ഉണ്ടല്ല കേടുപാടുകൾ വരാൻ തുടങ്ങി. എന്തിന് ഇതിനൊക്കെ അനുകൂലിക്കുന്ന സംഖ്യ ഉണ്ടല്ല, സംഖ്യയുടെ വാഹനങ്ങൾക്ക് ഉണ്ടല്ല നല്ല കേടുപാട് വരാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടല്ല സംഖ്യകൾ നല്ല കരച്ചിൽ തുടങ്ങി. പക്ഷെ സംഖ്യകളെ കരച്ചിലുണ്ടല്ല പുറത്ത് കാണിക്കൂല. സംഖ്യകൾ അവരെ വീട്ടിലെ കക്കൂസ് ഉണ്ടല്ല, കക്കൂസ് കയറിയിട്ടാണ് നല്ല കരച്ചിൽ കയറിയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് എഥനോൾ കലർത്തി ഈ കരിമ്പിൻ ജ്യൂസ് കൊടുത്തോണ്ട് ബി ജെ പി എന്താ ഉദ്ദേശിക്കുന്നത് കൃത്യമായി നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അത് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ഇവിടെ വെക്കാം. ഈ വീഡിയോ കണ്ടാൽ നിൽക്കട്ടില്ല, കൃത്യമായിട്ട് എന്താണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാകും. പെട്രോളിൽ എത്തനോൾ മിക്സ് ചെയ്ത് നിതിൻ ഗഡ്കരി പട്ടിണി പാവങ്ങളായ തന്റെ 2 മക്കളുടെ വിശപ്പടക്കിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചാണ് ഈ പരിപാടി നടത്തണമെന്ന് മറന്നു പോകുന്നത്. ഇതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളുടെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. 2016 നിതിൻ ഗഡ്കരിയുടെ മകനായിട്ടുള്ള സരൺ ഗഡ്കരി മാനസ് ആഗ്രോ എന്ന് പറയുന്ന എത്തനോൾ ബ്ലെൻഡിംഗ് കമ്പനിയിൽ MD ആയിട്ട് ജോയിൻ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഡേറ്റ് ഓർമ്മ നോക്കണം, 2016. അടുത്ത വർഷം 2017 തന്നെ നിതിൻ ഗഡ്കരിയുടെ രണ്ടാമത്തെ മകനായിട്ടുള്ള നിഖിൽ ഗഡ്കരി സിയാൻ ആഗ്രോ എന്ന് പറയുന്ന എത്തനോൾ ബ്ലെൻഡിംഗ് കമ്പനിയിൽ MD ആയിട്ട് ജോയിൻ ചെയ്യുകയാണ്. ഇതിന്റെ അടുത്ത വർഷം അതായത് 2018 തന്നെ നിതിൻ ഗഡ്കരി പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കുവാണ്. പെട്രോളിൽ 20% എത്തനോൾ മിക്സ് ചെയ്യുക എന്നുള്ള റൂള്. ഈ എത്തനോൾ മിക്സിംഗ് കാരണം പല വണ്ടികൾക്കും കംപ്ലൈന്റ് വരുന്നതായിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും. എത്തനോൾ മിക്സിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ അത് ഈ ചെറിയ വീഡിയോയിൽ പറയാൻ പറ്റില്ല. നിതിൻ ഗഡ്കരിയുടെ പാവപ്പെട്ട 2 മക്കളും 2 വർഷവും 1 വർഷവും മുന്നേ കോയിൻസിഡൻസ് ആയിട്ടാണ് ഈ പറയുന്ന എത്തനോൾ ബ്ലെൻഡിംഗ് കമ്പനികളിൽ MD ആയത്. ഈ റൂള് കൊണ്ടുവന്ന് 1 വർഷത്തിനുള്ളിൽ തന്നെ സിയാൻ ആഗ്രോന്റെ 40 രൂപയിലുണ്ടായിരുന്ന ഷെയർ 736 രൂപ വരെ എത്തി. ഇതൊക്കെ ഇത്ര ഓപ്പൺ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പിടിക്കാൻ നിയമമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കും. നിയമം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു മിനിസ്റ്ററിന്റെ റിലേറ്റീവ്സോ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരോ മിനിസ്റ്റർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിസ്യൂസ് ഓഫ് ഓഫീസിൽ വരും. അതായത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988 പ്രകാരം CBI അന്വേഷണം നടത്തുകയാണ്. അവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. 2018 തന്നെ ഗവൺമെന്റ് ഈ റൂള് തന്നെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. പുതിയ അമെന്റ്മെന്റ് റൂൾ പ്രകാരം CBI എന്ത് എൻക്വയറി നടത്തണമെങ്കിലും അതിനു മുന്നേ ഗവൺമെന്റിന്റെ പെർമിഷൻ എടുക്കണം. അത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരുവാണ്. അത് ബോധമുള്ളവന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഗവൺമെന്റിന്റെ അടുത്ത് ആ ഒരു പെർമിഷൻ ഒരിക്കലും കിട്ടില്ല എന്ന് അവർക്ക് നല്ലപോലെ അറിയാം. ഇതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ പാർട്ടിയും കറപ്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു പാർട്ടി ഡെമോക്രസി ഇല്ലാണ്ടാക്കിക്കൊണ്ടാണ് കറപ്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരിൽ ഞാൻ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നോ LDF സപ്പോർട്ട് ചെയ്യുന്നോ പറഞ്ഞു വരേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞു വന്നാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ആരെങ്കിലും ഏതെങ്കിലും ഒക്കെ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യണമല്ലോ. പക്ഷെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുവാണ്, ഞാൻ ഈ വക ഒരു പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എല്ലാവരും കറപ്റ്റഡ് ആണ്. ഇതിനൊരു സൊല്യൂഷൻ വരണമെങ്കിൽ നമ്മുടെ യൂത്ത് അവർ മുന്നോട്ട് ഇറങ്ങണം, ശബ്ദം ഉയർത്തണം. നിങ്ങൾ കേട്ടല്ലോ, ഇതിന് അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട. നിതിൻ ഗഡ്കരിന് 2 മക്കളുണ്ട്. 2 മക്കളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ബി ജെ പിന്റെ അടവാണിത്. നിതിൻ ഗഡ്കരിന്റെ 2 മക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണ് സാധാരണക്കാരനെ ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ട് ഇവരുണ്ടല്ല ഇമാതിരി പകൽ കൊള്ള നടത്തുന്നത്. ഈ പകൽ കൊള്ളയാണ് സംഖ്യകളുണ്ടല്ലോ ഉളുപ്പും നാണവും മാനില്ലാണ്ട് ന്യായീകരിക്കുന്നത്. ഈ ന്യായീകരിക്കുന്ന സംഖ്യകളെ വരെയുണ്ടല്ലോ ഇവന്മാർ മൂഞ്ചിക്കുന്നതാന്ന് ഈ സംഖ്യക്കട്ടില്ല ഇതുവരെ മനസ്സിലായില്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവരുണ്ടല്ലോ ദൈവം ഈ സംഖ്യക്ക് കൊടുത്തിട്ടില്ലല്ലോ. ഇനി ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണിച്ചു തരാം. ഒരു വർക്ക്ഷോപ്പിലെ ജീവനക്കാരുടെ ഒരു വീഡിയോ. ചില ആൾക്കാർ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സംഭവം കൊണ്ട് വർക്ക്ഷോപ്പുകാർക്കിട്ടില്ല അവർക്കാണ് കോൾ അടിച്ചത്. ഇതുകൊണ്ട് ആർക്കും കോൾ അടിച്ചില്ല. കോൾ അടിച്ചിട്ടില്ല നിതിൻ ഗഡ്കരിന്റെ മക്കൾക്ക് മാത്രമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോ കൂടി നിങ്ങൾ കണ്ടാൽ മതി. ഹായ് സുഹൃത്തുക്കളെ, AR ഓട്ടോമൊബൈൽസിൽ നിന്നും ARC അതാണ്. വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഇത്രയും കാർബറേറ്ററുകൾ നിങ്ങളുടെ മുന്നിലോട്ട് എടുത്തെറിഞ്ഞത്. ഇതിൽ കൂടുതലും റോയൽ എൻഫീൽഡ് വാഹനങ്ങളുടേതാണ് ഈ കാർബറേറ്റർ ഇതിൽ കിടക്കുന്നത്. കാണും കഴിഞ്ഞ ഒരു 1.5-2 മാസത്തെ എൻ്റെ ഷോപ്പിലെ കാർബറേറ്റർ മാറലാണ് ഇത് കാണുന്നത്. നിങ്ങൾ കാർബറേറ്റർ മാറലിലൂടെ എനിക്ക് ലാഭം ഉണ്ടാകുന്നില്ലെന്ന് പറയാം. അതിലുപരി മാനസികമായ ബുദ്ധിമുട്ടും സാമ്പത്തികമായ നഷ്ടവും എനിക്കുണ്ടാകും. ഈ ഒരു ഫാസിനോയും നമ്മുടെ ഷോപ്പിൽ കാർബറേറ്റർ മാറാനായിട്ട് എത്തിയതാണ്. ഈ വാഹനം ഏതാണ്ട് 2019 മോഡലാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ കൂടുതലായി ഞാൻ 2 വീലർ രംഗത്തേക്ക് കടന്നു വന്നിട്ട്. പക്ഷേ ഇത്രയും കാർബറേറ്റർ മാറുന്നത് ഇത് ആദ്യമായിട്ടാണ്. നമ്മുടെ മാറി വരുന്ന സർക്കാരുകൾ നമ്മുടെ രാജ്യത്തെ സേവിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് കക്കാൻ വേണ്ടി തന്നെയാണ് ഇവന്മാർ വരുന്നത്. ജന്തർ മന്ത്രകൾ ഇനിയും ആവർത്തിച്ചില്ലെങ്കിൽ കർഷകർക്ക് നേട്ടം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ എഥനോൾ മിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. വെറും 10% ഉണ്ടായിരുന്ന എഥനോൾ 20% മിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കൂടുതലും ഇഷ്യൂസ് വന്നത്. ഇതിൻ്റെ ഇരട്ടി കാർബറേറ്ററുകൾ എൻ്റെ ഗോഡൗണിൽ കിടപ്പുണ്ട് കേട്ടോ, മാറിയത് സ്ക്രാപ്പിൽ. ഇന്ന് കുറേ കസ്റ്റമർ ഈ വാഹനം നമ്മൾ പണിത് വിട്ടതാണ്. അതേ അവസ്ഥയിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. കംപ്ലയിൻറ്റ് ആയിരിക്കുന്ന റോയൽ എൻഫീൽഡ് കാർബറേറ്റർ മാറാൻ വന്നിരിക്കുന്നതാണ്. ഈ മാറിക്കൊടുത്തിട്ട് പിന്നെയും ഒരാഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ പണിത് തന്നെയാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ നെഞ്ചത്തോട്ടായി വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ ടെക്നിക്കൽ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്, പലതും ഉണ്ട്. നിങ്ങളിപ്പോൾ കുറേ ആൾക്കാർ തെറി വിളിക്കാനും അത് പറയാനും ഇത് പറയാനും ഒക്കെ വരും. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട് സഹോദരന്മാരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞ് കേട്ടായിരുന്നു 3 ലക്ഷം രൂപ നഷ്ടത്തിയിരുന്ന കമ്പനി 100 കോടി ലാഭത്തിലിരിക്കുന്നു എന്ന് പറയും. എൻ്റെ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ലോൺ അടയ്ക്കാൻ വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തെയും നമ്മുടെ കാര്യങ്ങളൊന്നും നീക്കാൻ വേണ്ടി. ഇവൻ്റെയൊക്കെ വീട്ടിലെ അവസ്ഥ എന്താണ്? കൂടിയ കാറുകളും കൂടിയ വാഹനങ്ങളും ഒക്കെ ഇവന്മാർ ഉപയോഗിക്കുന്നത്. നമുക്കൊരു കാർബറേറ്റർ മാറാനുള്ള അവസ്ഥയുണ്ടോ? ഇത് മാറുന്നതിൻ്റെ ലാഭം എനിക്ക് വേണ്ട.
ജന്തർ മന്ദർ ആവർത്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ എഥനോൾ മിക്സിങ്ങിൻ്റെ പേരിൽ ജന്തർ മന്ദർ ആവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ, ഈ 2 വീലർ എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നമാണ്. അതാണ് ഓരോ ദിവസവും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നും വാഹനങ്ങൾ വരുന്നത്. എല്ലാ വർക്ക്ഷോപ്പുകാരും നിങ്ങൾ ഇതിൽ കമൻറ്റ് ഇടണം. കമൻറ്റ് ഇട്ടില്ലെങ്കിൽ ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും ബുദ്ധിമുട്ടാണിത്, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ മാറുന്ന കാർബറേറ്റർ 2900 ഇതും വന്നിരിക്കുന്നത് E20 എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് എനിക്കറിയാൻ വയ്യ. E20 കാർബറേറ്റർ എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇതും ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച ഓടിക്കഴിയുമ്പോൾ ഇത് ഒരാഴ്ച വെച്ചിട്ട് കസ്റ്റമർ എങ്ങോട്ടെങ്കിലും പോയിട്ട് വരുമ്പോൾ വീണ്ടും നമുക്ക് തെരുവിളി വെക്കും. ഈ വാഹനം വ്യക്തമായിട്ട് കാണിച്ചു തരാം. വന്നേ, ഈ വാഹനം ഏകദേശം ഞാൻ ഒരു 1.5-2 മാസത്തിന് ശേഷം കാർബറേറ്റർ മാറിവിട്ടൊരു വാഹനമാണ്. ഈ വാഹനവും എൻ്റെ ഷോപ്പിലെത്തിയത് മിസ്സിംഗ് എന്നും പറഞ്ഞ് തന്നെയാണ് വന്നത്. ഇനിയെങ്കിലും ഒന്ന് പരിഹരിച്ച് തരണമെന്നും പറഞ്ഞ് പുതിയ കാർബറേറ്റർ വെച്ച് കൊടുത്തതാണ്. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഡെയിലി ഓവർഫ്ലോ ആണ് ചെയ്ത് കൊടുക്കുക, വീണ്ടും കംപ്ലയിൻറ്റ് വരിക. അപ്പോൾ നമുക്കിത് വിൽക്കുന്നുണ്ടെങ്കിൽ നേട്ടം ഉണ്ടാകും? ഒരു നേട്ടമില്ല. കർഷകനൊന്നുമല്ല ഇത് നേട്ടം. ഇത് അതാത് ഭരണാധികാരികൾ അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു പദ്ധതിയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ, നമുക്ക് രാഷ്ട്രീയക്കാർക്കൊണ്ടൊന്നും ഒരു നേട്ടം ഉണ്ടാകത്തില്ലെന്നേ. ആരെക്കൊണ്ടാണ് നമുക്ക് നേട്ടം ഉണ്ടാകുന്നത്? നമ്മുടെ നാട്ടിൽ ഒരു റോഡോ അല്ലെങ്കിൽ അവൻ്റെ പാലോ എന്തെങ്കിലും കൊണ്ടുവരും, എന്നിട്ട് വലിയ അഴിമതി അവർ നടത്തുകയും ചെയ്യും. നമ്മൾ സാധാരണക്കാരെന്ത് ചെയ്യും? നമ്മൾ കൂടപ്പിറപ്പുകളെ പോലെ കഴിയേണ്ട നമ്മൾ തമ്മിലടിക്കുകയും തമ്മിൽ തെറി പറയുകയും ചെയ്യും. എൻ്റെ പാർട്ടി ഒരു പാർട്ടി ഒന്നുമില്ലെന്നേ. ഇവൻ്റെയൊക്കെ ഖജനാവ് നടക്കാൻ, ഇവൻ്റെ വീട് നടക്കാൻ, ഇവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി, ഇവൻ്റെ കുടുംബകാര്യങ്ങൾ നടത്താൻ വേണ്ടി ഇവന്മാർ ഇതുണ്ടായിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്ക്, 3 ലക്ഷം രൂപ കടത്തി നിന്ന കമ്പനി 1 വർഷം കൊണ്ട് 100 കോടി വരുമാനം ഉണ്ടാക്കി മാറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇതിനോട് കൊണ്ട് ആർക്കാണ് നേട്ടം? ഇവിടുത്തെ സാധാരണക്കാരന് കർഷകർക്ക് നേട്ടമുണ്ടോ? ഇല്ല. പൊല്യൂഷൻ എന്താ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇവർ 10% കിടന്നു, ഇനി അവർ 30 പോകുന്നൊക്കെ പറയുന്നത് കേട്ട്. എന്തായിരിക്കും? അതാ ഇന്നൊരു കോടതിയുടെ വിധി വന്നു. ഒരു കസ്റ്റമർക്ക് വണ്ടി മാറിക്കൊടുക്കണം, ഒരു മാരുതിയുടെ ഗ്രാൻഡ് വിത്താർ ഏതാണ്ട്, നമ്മുടെ സംസ്ഥാനത്തല്ല മറ്റൊരു സംസ്ഥാനത്താണ്. അവരെന്ത് ചെയ്തു? ഈ എഥനോൾ കാരണമാണ് ഈ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നത്. ആ ഒരു വാർത്തയും ഞാൻ ഇന്ന് കണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ പ്രതികരിക്കണം. ജന്തർ മന്ദർ ആവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും നമ്മുടെ തലമുറ നാളെ. ആരോടും ഒരു രാഷ്ട്രീയപരമായ എതിർപ്പൊന്നും കൊണ്ടല്ല, സഹി കെട്ടിട്ടാണ് ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്യേണ്ടി വന്നത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. കേട്ടല്ല, ഇതൊക്കെയാണ് വർക്ക്ഷോപ്പുകാരുടെ അവസ്ഥ. ഈ സുഹൃത്ത് ഈ വീഡിയോയിലുണ്ടല്ലോ ഇതിനെതിരെ സമരം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ സംഖ്യ കണ്ടല്ല കുരുപൊട്ടിട്ട് ഈ വീടിന്റെ അടിയിൽ കുറെ കമന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇയാൾ കമ്മിയാണ്, ഇയാൾ കൊങ്ങിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള സംഖ്യയോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, ഇയാളിപ്പോ കമ്മിയായാലും ശരി, ഇയാളിപ്പോ കൊങ്ങിയായാലും ശരി, ഇയാളിപ്പോ സുഡാപ്പിയായാലും ശരി, ഇയാൾക്കിട്ടല്ല സമരം ചെയ്യണമെന്ന് പറയാൻ വേണ്ടി റൈറ്റ്സ് ഉണ്ട്. കാരണം അമ്മാതിരി ചെറ്റത്തരാന്ന് ഈ കാണിച്ചു കൂട്ടുന്നത്. ആ ചെറ്റത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി ഏത് ഇന്ത്യൻ പൗരനും ഉണ്ടല്ല റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് മൂപ്പർ പറഞ്ഞതുപോലെ ഇതിനെതിരെയുള്ള സമരം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും പെടുന്നുണ്ടല്ല ഇതിനെതിരെ സമരം ചെയ്യാൻ എല്ലാവരും ഇറങ്ങണം. പിന്നെ ഈ കരിമ്പിൻ ജ്യൂസ് കൊണ്ടുണ്ടല്ല വാഹനങ്ങൾക്ക് മാത്രമല്ല ബുദ്ധിമുട്ട്, ഈ മരം മുറിക്കുന്ന മെഷീനില്ലേ, ആ മെഷീനുകൾക്ക് വേണ്ടിയിട്ടല്ല നല്ല ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട ഒരു ഷോർട്സ് വീഡിയോ ഉണ്ടല്ല ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട്. ബീഹാറിൽ മരം മുറിക്കുന്ന കുറെ തൊഴിലാളികളുണ്ടല്ല, ആ മരം മുറിക്കുന്ന മെഷീനും കൊണ്ടിട്ടല്ല റോഡിലിറങ്ങി സമരം തുടങ്ങി. അതുകൊണ്ട് ഇതിനെതിരെയുള്ള ശക്തമായ സമരം തന്നെ വേണം. അതിപ്പം ജന്തർ മന്ദർ പോയിട്ട് വേണമെന്നില്ല, എല്ലാ സ്ഥലവും നമ്മളുണ്ടല്ല ജന്തർ മന്ദർ ആക്കണം. ഇവരുടെ ഈ പാവപ്പെട്ട ജനങ്ങളെ പഠിച്ചുള്ള ഈ പകൽക്കൊള്ളയുണ്ടല്ലോ, ഈ പകൽക്കൊള്ള അവസാനിപ്പിക്കുക തന്നെ വേണം. ഒരു മന്ത്രിയുടെ മകനുണ്ടല്ല പകൽക്കൊള്ള നടത്തിയിട്ട് ഇപ്പിട്ടുള്ള ICCയുടെ തലപ്പത്താണ്. ക്രിക്കറ്റ് ബാറ്റ് പിടിക്കാൻ അറിയാത്ത ഒരുത്തരുണ്ടല്ല ക്രിക്കറ്റിന്റെ തലപ്പത്തായി ഇപ്പോൾ ഉള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വേറെ ഒരുത്തിന് 2 മക്കളുണ്ടല്ല എങ്ങനെയെങ്കിലും വിജയിപ്പിക്കാൻ വേണ്ടി സാധാരണക്കാരന്റെ നെഞ്ചത്ത് ഇമാതിരി ചേട്ടത്തിന് അവർ കാണിക്കുന്നത്. അപ്പോഴെന്തായാലും തൽക്കാലം നിർത്തുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.